തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നാണ് ജയകുമാർ പ്രതികരിച്ചിരിക്കുന്നത്. വളരെ വലിയ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ ഉണ്ടായ വിവാദങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കും. അടിയന്തര പരിഗണന നൽകുക ശബരിമല തീർത്ഥാടനത്തിനായിരിക്കുമെന്നും കെ ജയകുമാർ പറഞ്ഞു. ശ്രീനന്ദ, അപ്പോൾ ജയകുമാർ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അദ്ദേഹത്തിന് ആ കൃത്യമായ ഉറപ്പും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കടുത്ത പ്രതിരോധത്തിൽ നിൽക്കുകയാണ് CPM. അപ്പോൾ ഇത് വളരെ കൃത്യമായി ഒരു മുഖം രക്ഷിക്കലല്ലേ നടക്കുന്നത്? തീർച്ചയായിട്ടും ദിലീപ്, നമ്മൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ മുഖം രക്ഷിക്കൽ തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ നീക്കത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ ജയകുമാർ പ്രതികരിച്ചതുപോലെ അദ്ദേഹത്തിന് ഈ ഒരു പൊസിഷനിൽ എത്തുന്നതിൽ വളരെ സന്തോഷമുണ്ടെന്ന് അദ്ദേഹം പ്രകടമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഉണ്ടാകുന്ന ഈ വിവാദങ്ങൾക്കൊക്കെ നടുവിൽ ഇത്തരത്തിലൊരു IAS ഉദ്യോഗസ്ഥന്, അതും മുൻ ചീഫ് സെക്രട്ടറി കൂടെയായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഇടതുപക്ഷ അനുഭാവി കൂടെയാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അദ്ദേഹത്തിന് ഇത്തരത്തിലൊരു വളരെ വലിയൊരു ദേവസ്വം ബോർഡ് ഇത്രയും വിവാദങ്ങൾക്കൊക്കെ നടുവിൽ നിൽക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ സർക്കാർ തീർച്ചയായിട്ടും ആ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം മൂടിവെക്കാൻ, അല്ലെങ്കിൽ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം തീർക്കാൻ വേണ്ടിയുള്ള ഒരു മട്ടിലേക്കാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു നീക്കം കൂടിയാണ് ഇത് നമുക്ക് മനസ്സിലാക്കാം. പ്രശാന്തിന് ഈ ഒരു പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ തന്നെ വേറെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാരെ എല്ലാം വിട്ട് ഒരു IAS ഉദ്യോഗസ്ഥന് ഈ ഒരു പദവി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാർ മുഖം രക്ഷിക്കുക തന്നെയാണ് ഇതിലൂടെ വ്യക്തമാക്കുന്നത്, ഉദ്ദേശിക്കുന്നത്. ശ്രീനന്ദ.